തിരുമുഖഛായയിൽ മറഞ്ഞിരിക്കാനൊരു മണൽ തരിയായി ഞാൻ മാറിയെങ്കിൽ, കാറ്റിലും മഴയിലും പറന്നലിയാതെ നിൻ ഉള്ളം കയ്യിൽ ഞാൻ ഇരുന്നെങ്കിൽ. തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ ക്രിസ്തുരാജ പള്ളിയിൽ പ്രത്യക്ഷമായ ഈശോയുടെ തിരുമുഖം കാണാൻ ഈ മഴക്കാലത്തും തീർത്ഥാടകരുടെ ഒഴുക്ക്. 2013 നവംബർ 15 വിളക്കന്നൂരിൽ ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിക്കുന്നത്. അന്ന് രാവിലെയുള്ള വിശുദ്ധ കുർബാനയുടെ റൂഹാക്ഷണ പ്രാർത്ഥനയുടെ സമയത്ത് തിരുവോസ്തിയിൽ ഒരു അടയാളം രൂപപ്പെടുന്നത് വികാരിയച്ഛന് ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ ഈശോയുടെ തിരുമുഖത്തിന്റെ ഛായ തെളിഞ്ഞു വരികയും ചെയ്തു. വൈദികൻ ആ തിരുവോസ്തി മാറ്റിവെച്ച ശേഷം മറ്റൊരു തിരുവോസ്തി എടുത്ത് ദിവ്യബലി പൂർത്തിയാക്കി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈശോയുടെ തിരുമുഖം തെളിഞ്ഞ തിരുവോസ്തി ജനങ്ങളെ കാണിക്കുകയും അരുളിക്കയിൽ എഴുന്നള്ളിച്ചു വെച്ച് പരസ്യാരാധന നടത്തുകയും ചെയ്തു. അന്ന് തുടങ്ങി ദിവ്യകാരുണ്യ അത്ഭുതം കാണാൻ വിശ്വാസി സമൂഹം ഇവിടേക്ക് ഒഴുകിയെത്തി തുടങ്ങി. പിന്നീട് തിരുവോസ്തി തലശ്ശേരി ആർച്ച് ബിഷപ്പ് ഹൗസിലേക്ക് മാറ്റി. സീറോ മലബാർ സഭയിലെ ഡോക്ട്രിനൽ കമ്മീഷൻ വിദഗ്ധ സമിതി ഇതേക്കുറിച്ച് ഒട്ടനവധി പഠനങ്ങൾ നടത്തി. 2014 റോമിലെ വിശ്വാസ തിരുസംഘത്തിന്റെ നിർദ്ദേശമനുസരിച്ച് വിദഗ്ധ പഠനത്തിനായി തിരുവോസ്തി വത്തിക്കാൻ സ്ഥാനപതി വഴി റോമിലേക്ക് കൊണ്ടുപോയി. വിശ്വാസ തിരുസംഘത്തിന്റെ അനുമതിയോടെ ബംഗളൂരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ലാബിൽ വീണ്ടും പഠനങ്ങൾ നടത്തി. ഒപ്പം വത്തിക്കാന്റെ നിർദ്ദേശമനുസരിച്ച് ശാസ്ത്രീയ പഠനങ്ങളും പരീക്ഷണങ്ങളും നടത്തുവാൻ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സമിതിയെ കൂടി നിയോഗിച്ചു. ഇവരുടെ കണ്ടെത്തലുകളെ വിലയിരുത്താനും അവരുടെ നിരീക്ഷണങ്ങൾ വിശകലനം ചെയ്യാനും ദൈവശാസ്ത്രജ്ഞരുടെ മറ്റൊരു സംഘവും ഉണ്ടായിരുന്നു. തിരുവോസ്തിയിൽ തെളിഞ്ഞിരിക്കുന്ന ഈശോയുടെ തിരുമുഖത്തിന്റെ ഛായാചിത്രത്തിൽ തിരുവോസ്തിയിലെ അതേ പദാർത്ഥങ്ങൾ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും പുറമേയുള്ള പദാർത്ഥത്തിന്റെ സ്വാധീനം ഉണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ തീർക്കുക എന്നതായിരുന്നു ഈ പരീക്ഷണങ്ങളുടെ ലക്ഷ്യം. ഈ പഠനത്തിന്റെ ഒടുവിൽ അത്ഭുതം സ്ഥിരീകരിച്ചുകൊണ്ട് യേശുവിന്റെ തിരുമുഖം വ്യക്തമായി തെളിഞ്ഞു വന്ന തിരുവോസ്തിയിൽ മറ്റൊരു പദാർത്ഥത്തിന്റെയും സ്വാധീനമില്ലെന്ന് 3 ശാസ്ത്രജ്ഞരും കണ്ടെത്തുകയായിരുന്നു. പ്രഥമ ദിവ്യകാരുണ്യ അത്ഭുതം കാണാൻ അതുകൊണ്ടാകാം ഇന്നും ജനത്തിരക്ക് തുടരുകയാണ്. ഒരുപാട് മക്കളാണ് കേരളത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും, അത് ജാതി മത വ്യത്യാസമില്ലാതെ ഭാഷവർഗ വ്യത്യാസമില്ലാതെ ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുക. അവരുടെയൊക്കെ വലിയ അനുഭവ സാക്ഷ്യങ്ങൾ, അവർക്ക് ദൈവം തന്ന കൃപകളുടെയൊക്കെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ദിവ്യകാരുണ്യ ഈശോ ഈ സന്നിധിയിലേക്ക് വരുന്ന എല്ലാ മക്കളെയും വലിയ കൃപയോടുകൂടി അനുഗ്രഹിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. ദൈവജനം വലിയ കണ്ണീരോടുകൂടിയാണ് ഈ സന്നിധിയിലേക്ക് കടന്നു വരിക. ഇവിടെ നിന്ന് വലിയ സന്തോഷത്തോടുകൂടി തിരിച്ചു പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ അവരുടെ പങ്കുവെക്കലുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അന്നേ ദിവസം ഞാൻ പള്ളിയിലുണ്ടായിരുന്നു. കുർബാനയുടെ സമയത്ത് അച്ഛൻ പരിശുദ്ധ ആത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറഞ്ഞ് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്നാൽ അച്ഛൻ വളരെ വിഷമസ്ഥനായി കണ്ടു. അത് ഞാൻ കപ്പേരെ കൈകൊണ്ട് കളിച്ചിട്ട് കസാര എടുത്തിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. അന്നേരം തന്നെ അച്ഛനത് കസാര സ്വീകരിച്ചില്ല, വിഷമമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ഞങ്ങളെ വിളിച്ച് കാണിച്ചു. അപ്പോൾ ഈ തിരുമുഖം അന്ന് ആ കണ്ട മുഖം തന്നെയാണ് 2 പ്രാവശ്യം കണ്ടു. ഇപ്പോൾ വന്നപ്പോഴും കാണുന്നത് തന്നെയാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. ഞാൻ ഈ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലെ ദേവാലയ ശുശ്രൂഷയാണ്. 10 വർഷമായി ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും തന്നെ രാവിലെ മുതൽ ആൾക്കാർ ഒത്തിരി വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും വരുന്നുണ്ട്. ഗോവയിൽ നിന്ന് കുറേ ആൾക്കാർ വന്നായിരുന്നു. കൊല്ലം, തിരുവനന്തപുരം, തൃശ്ശൂർ ഭാഗത്തു നിന്ന് ഒത്തിരി പേര് എല്ലാ ദിവസവും തന്നെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. നമ്മളൊരിക്കലും ഇത് തിരിച്ച് പെട്ടെന്ന് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം ഇത്തരം അത്ഭുതങ്ങളൊക്കെ സാധാരണ നൂറ്റാണ്ടുകൾക്ക് ശേഷമൊക്കെ ഇതിനു മുമ്പൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെയേറെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഇടവക്കാരുടെ ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് പെട്ടെന്ന് കിട്ടിയത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഇവിടെ സ്ഥാപിക്കാൻ ഇടയായതെന്ന് നമുക്ക് അറിയാം. ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും ധാരാളം ദൈവജനം കടന്നു വന്ന് ഈശോയുടെ അടുത്ത് പ്രാർത്ഥന കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ അച്ഛന്മാരുടെ അടുത്ത് വന്ന് പറയുന്നൊരു കാര്യം, അച്ഛ ഞങ്ങൾക്ക് കുമ്പസാരിക്കണം എന്ന്, വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം വർദ്ധിക്കണമെന്ന്, ആ വിശുദ്ധ കുർബാനയെ വിശുദ്ധിയോടുകൂടി ഉൾക്കൊള്ളുവാനുള്ള ഒരു താല്പര്യം ഇവിടെ വരുന്ന ജനങ്ങളിലേക്ക്
കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. ആഴമായ ഒരു അനുതാപവും ദൈവസ്നേഹത്തെ പ്രതി ഒരു മാനസാന്തരത്തിന് യോജിച്ച വിധത്തിലൊരു ജീവിതം നയിക്കുവാനായിട്ട് ഈശോയെ കണ്ട്, ഈശോയെ തൻ്റെ നഗ്നനേത്രങ്ങളോട് കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും ഈശോ ദൈവാനുഭവം കൊടുക്കുന്നു എന്നുള്ളത് ഈ തരുണത്തിൽ വലിയ അനുഗ്രഹവും ഈ ദേവാലയത്തിൽ നൽകുന്നു എന്നുള്ളതും, വലിയ ഈശോയുടെ സാന്നിധ്യവും അബാപിതാവിൻ്റെ സാന്നിധ്യം ഈ ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതും വളരെ നമുക്ക് അനുഭവവേദ്യമാകുന്നു. 18ഉം 20ഉം വർഷങ്ങളൊക്കെ എത്തിയ സഹോദരന്മാർ ഇവിടെ വന്ന് കുമ്പസാരിച്ച് അനുതാപത്തോടെ പശ്ചാത്താപ അരൂപിയിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നു എന്നുള്ളത് വലിയൊരു കാരുണ്യത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും മഹത്തമായ ഉദാഹരണമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈശോ വന്ന ആ മുഖം ഓർത്ത് ഞങ്ങളുടെ പാവങ്ങളെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവം തരുന്നുണ്ട്. അനുതാപത്തോടു കൂടി പിന്നെ ഞങ്ങളുടെ പൂർവികർ കഴിഞ്ഞു പോയവർ ചെയ്തു പോയ പാവങ്ങൾക്ക് മാപ്പ് പറയാനുള്ളൊരു കൃപ ദൈവം തന്നിട്ടുണ്ട്. ആനന്ദം എന്ന് പറഞ്ഞാൽ അതേപോലെ. പിന്നെ എൻ്റെ മോനാണ് ഇവിടെ വന്നിട്ട് ഒരു പ്രത്യേക ഒരു വിശ്വാസം ഇല്ലാത്തവനായിരുന്നു. പക്ഷേങ്കിൽ അവൻ ഈ തിരുമുഖം കാണാൻ ഇവിടെ വന്നു കഴിഞ്ഞ് വലിയൊരു അനുഭവം ഉണ്ടാകും. ഞങ്ങളിവിടെ വന്ന് സ്ഥലം മേടിച്ച് പെരവെച്ച് ഈ ഇടവകയാകുകയായിരുന്നു. ഞങ്ങൾ പാത്തമ്പാറയായിരുന്നു. എൻ്റെ മോന് കിട്ടിയ ഒരു പ്രത്യേക കൃപ. അവൻ പ്രത്യേകമായൊരു മാറ്റം വന്നു. ഇന്നിപ്പോൾ അവൻ പുറത്ത് ജോലിയാണ്, യൂറോപ്പിൽ ഡ്രൈവറായിട്ട്. അങ്ങനെ ഈശോയുടെ അനുഗ്രഹം ഇവിടെ വന്ന് കിട്ടിയതാണ്. ഈശോ തന്ന അവൻ്റെ ആ മാറ്റം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റിയല്ല, അതേപോലെ മാറി. ഇപ്പം ഭയങ്കരമായിട്ടൊരു പ്രകാശമാണ്. നേരത്തേലും കണ്ടതിൽ ഇപ്പം നല്ലൊരു തെളിഞ്ഞ് കാണാം ഈശോയെ. നമുക്കവിടെ പോയി ഒന്ന് കണ്ട ഈശോയുടെ മുഖം കണ്ടൊരു സന്തോഷമാണ്, ഭയങ്കരമായ ഒരു ആനന്ദമാണ് നമുക്ക് കിട്ടുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട് നല്ല ബുദ്ധിയും മനസ്സും തന്നു. നല്ല ജോലി കിട്ടി. അന്ന് കുർബാനയ്ക്ക് ഞാൻ ഉണ്ടായിരുന്നു, നേരിട്ട് കാണാൻ എനിക്ക് സാധിച്ചു. വീണ്ടും 12 വർഷത്തിന് ശേഷം ആ തിരുവോസ്തി ഒരു അത്ഭുതമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. താഴെ ഒരു കൊച്ചിന് ഭക്ഷണം കഴിക്കത്തില്ലായിരുന്നു, ചെറിയ കൊച്ചായിരുന്നു. അത് മിംസിൽ പോയിട്ട് അവർ വീഴ്ച വിട്ടായിരുന്നു. അപ്പോൾ ആ കൊച്ചിന് വളരെ മാറ്റമായിട്ടുണ്ട്. ഇപ്പോൾ നടക്കാനൊക്കെ തുടങ്ങി, ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി. അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ആദ്യത്തെ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് കണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേർക്ക് ചെറിയ ചെറിയ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇനി സംഭവിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. മോൾ അയർലൻഡിലാണ്. അന്നേരം അവിടെ അവളുടെ ഒരു ഗാഡാക്കാർഡിന് അപ്ലൈ ചെയ്ത് ഇച്ചിരി താമസം വന്നേ. അന്നേരം താമസം വന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അന്ന് അത് ശരിയാവുകയാണെങ്കിൽ പെട്ടെന്ന് അതിനൊരു തീരുമാനമാവുമെന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. അന്നേരം പെട്ടെന്ന് ഞങ്ങൾ എന്നും ഉളിക്കില്ല പള്ളിയിൽ പോണത്, ലത്തീംപള്ളി പോയിരുന്നു. അന്നേരം അന്ന് നമ്മൾ ഒരുങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വേഗം സ്പീഡിൽ പോകുന്നു. എന്നാലേ ഇവിടെ കുർബാന ആകുമ്പത്തിന് എത്തുള്ളൂ. ഇവിടെ വന്ന് അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്ന് ഉച്ചയായപ്പോഴത്തേനും അവിടെ എല്ലാം നേരം വിളിക്കുള്ളൂ. ഉച്ചയായപ്പോഴത്തേനും മോളിങ്ങനെ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞു. ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ വിളിച്ചു, മമ്മി ഇന്ന് തന്നെ അത് കൊടുത്തത് ഇത് ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇതായി. അത് ഞങ്ങളിപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും വരുന്നുണ്ട് ഇവിടെ. പിന്നെ അയ്യോ അതിനുകൊണ്ട് മാത്രമാണ്. തിരുമുഖഛായയിൽ മറഞ്ഞിരിക്കാനൊരു മണൽ തരിയായി ഞാൻ മാറിയെങ്കിൽ ആരും കാണാതെ നിൻ പാദങ്ങൾക്കടിയിൽ സ്പർശനമേറ്റു ഞാൻ കിടന്നെങ്കിൽ. നമുക്കൊക്കെ അറിയാം, ലോകത്തിലൊക്കെ IT ഹബ്ബുകളൊക്കെ ഉണ്ട്. ഇനി ലോകം ഈ വിളക്കന്നൂരിനെ അറിയപ്പെടുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറുമെന്നാണ്. ഈശോയുടെ വലിയൊരു സ്നേഹത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ത്രിത്വൈക ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹം അനുഭവിച്ചറിയുവാൻ ലോകത്തിൽ ഓരോ വ്യക്തിക്കും വിളക്കന്നൂർ ഈ ഗ്രാമം, ഈ ക്രിസ്തുരാജ ദേവാലയം വലിയൊരു അനുഗ്രഹത്തിൻ്റെ വലിയ ഒരു സ്ഥലമായിട്ട് മാറ്റപ്പെടുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളും ആ വലിയ ദൈവസ്നേഹ അനുഭവത്തിലേക്ക്, ഈ ദേവാലയത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തിരുമുഖ ഭക്തർക്ക് ഈശോമിശിഹ വാഗ്ദാനം ചെയ്തിരിക്കുന്ന വലിയ അനുതാപത്തിൻ്റെ, അവരുടെ പ്രാർത്ഥന നിയോഗങ്ങളുടെ മേൽ ദൈവം ചൊരിയുന്ന വലിയ കാരുണ്യത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ഒരുപാട് സാക്ഷ്യങ്ങളാണ് ഈ ദിനങ്ങളെല്ലാം ഈ മണ്ണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുക. ധാരാളം പേര് ഇങ്ങോട്ട് വരുന്നു. നമ്മുടെ പരിമിതമായ സ്ഥല സൗകര്യങ്ങൾ മറ്റുമൊക്കെ ഉള്ളൂ എങ്കിൽ പോലും പറ്റുന്നതുപോലെയൊക്കെ ഇവിടുത്തെ ദൈവജനവും തലശ്ശേരി അതിരൂപതയും ഇതിങ്ങോട്ട് കടന്നു വരുന്ന എല്ലാ മക്കൾക്കും വേണ്ട സ്ഥല സൗകര്യങ്ങളും മറ്റ് ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് വലിയ ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ സമയക്രമീകരണം
ഈ ദിവ്യകാരുണ്യ ഈശോയെ കാണുവാനായിട്ട് വരുന്നവർക്ക് എല്ലാ ദിനവും പുലർച്ചെ 5 മണി മുതൽ രാത്രി 8 മണി വരെയുള്ള സമയം ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയായിട്ട് അവസരങ്ങളുണ്ട്. നമ്മൾ തിങ്കൾ മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഇപ്പോഴത്തെ ഒരു തിരുക്രമങ്ങളുടെ ക്രമീകരണം അനുസരിച്ച് രാവിലെ 6:30-നും 11-നും ഉച്ച കഴിഞ്ഞ് 6 മണിക്കും വൈകുന്നേരം 6 മണിക്കും ദിവ്യബലി ഉണ്ട്. വെള്ളി ശനി ദിവസങ്ങളിൽ നമ്മുടെ ഇപ്പോഴത്തെ കുർബാന ക്രമീകരണങ്ങൾ രാവിലെ 6:30-ന് വിശുദ്ധ കുർബാന, തുടർന്ന് തിരുമുഖ നൊവേന, തുടർന്ന് 10:30, 12:30, ഉച്ച കഴിഞ്ഞ് 3:30, വൈകുന്നേരം 6 മണി. ഈ ഒരു ക്രമീകരണമാണ് വെള്ളി ശനി ദിവസങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ മാസത്തിലെ എല്ലാ 2ാം ശനിയാഴ്ചകളിലും ഏകദിന ദിവ്യകാരുണ്യ കൺവെൻഷൻ ഇവിടെ നടത്തപ്പെടുന്നു. അതിനോടനുബന്ധിച്ച് വരുന്ന എല്ലാ വിശ്വാസികൾക്കും നമ്മൾ നേർച്ച ഭക്ഷണവും നൽകുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഞായറാഴ്ചകളിൽ ദൈവജനത്തിൻ്റെ തിരക്ക് പരിഗണിച്ച് രാവിലെ 5:30-നും തുടർന്ന് 7:30, 9:30, 12:30, ഉച്ച കഴിഞ്ഞ് 3:30, 5:30, രാത്രി 7:30 ഈ ഒരു സമയക്രമീകരണത്തിൽ ഇവിടെ ദിവ്യബലി ഉണ്ട്. ദൈവജനത്തിന് എപ്പോൾ വന്നാലും വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് വൈദികരുടെ കൂടെയൊക്കെ വിശ്വാസ സമൂഹം ഇടവകളിൽ നിന്നും വിവിധ ദേശങ്ങളിൽ നിന്നും വരുന്നവർക്ക് അവരുടെ സൗകര്യമനുസരിച്ച് ഇവിടുത്തെ ക്രമീകരണങ്ങളുടെ ഭാഗമായി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള അവസരവും ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് കണ്ണൂരിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ ഈ ദേവാലയത്തിലേക്കുള്ളത്. കണ്ണൂർ നമുക്ക് പല രീതിയിൽ എത്തിച്ചേരുവാനായിട്ട് സൗകര്യമുണ്ട്. വിമാനമാർഗ്ഗം എത്താം, അല്ലെങ്കിൽ പൊതുവെ ട്രെയിൻ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള ബസ് കയറി തളിപ്പറമ്പ് നിന്ന് കുടിയാമല റൂട്ടിലുള്ള ബസ്സിൽ കയറിയാൽ നമുക്ക് വിളക്കന്നൂർ ഇറങ്ങാം. ഇനി തളിപ്പറമ്പ് നിന്ന് തന്നെ ആലക്കോട് ബസ്സിൽ കയറിയാൽ പോലും നമുക്ക് ഒടുവള്ളിയിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് കുടിയാമലയ്ക്കുള്ള ബസ്സിൽ കയറിയാൽ ഒരു 2.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് നമ്മുടെ ദേവാലയത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ എത്തിച്ചേരുന്നവർക്ക് താമസ സൗകര്യങ്ങളും ആവശ്യമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ അറിയിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ക്രമപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഇനി വാഹന സൗകര്യങ്ങൾ എന്തെങ്കിലും ക്രമപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പോലും നേരത്തെ അറിയിച്ചു കഴിഞ്ഞാൽ അതുമായിട്ടുള്ള ക്രമീകരണങ്ങളും ചെയ്തു തരുന്നതാണ്. തിരുമുഖഛായയിൽ മറഞ്ഞിരിക്കാനൊരു മണൽത്തരിയായി ഞാൻ മാറിയെങ്കിൽ